നമസ്കാരം. CPI ഉദ്യോഗാർത്ഥിനികളുടെ സമരം ഇന്ന് 15ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സർക്കാരിന്റെ കയ്യിലാണെങ്കിലും ഈ സമരം ചെയ്യുന്ന ഈ പെൺകുട്ടികളുടെ കയ്യിലാണെങ്കിലും ആകെയുള്ളത് ഇനി മുന്നോട്ടുള്ള 3-4 ദിവസം. ഇതിനുള്ളിൽ കൃത്യമായ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ 3 വർഷത്തെ കഷ്ടപ്പാടാണ് വെറുതെ ആകുന്നത്. പലരുടെയും അവസാനത്തെ ചാൻസ് എന്നതടക്കമുണ്ട്. എങ്കിൽ പോലും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നുള്ള നിരാശയിലാണ് ഇവിടെയുള്ള ഉദ്യോഗാർത്ഥിനികൾ. സംസ്ഥാന സർക്കാർ ഈ കേരളത്തിലുള്ള ഓരോ ആളുകളെയും പരിഗണിക്കുന്നുണ്ട് എന്ന് വാക്കാൽ പറയുമ്പോഴും പലരും അവരുടെ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് CPI ഉദ്യോഗാർത്ഥികൾ. ഇന്ന് ആക്ച്വലി ഞങ്ങൾ എല്ലാവരും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറെ പേര് അവിടെ സമരത്തിനുണ്ട്. ഞങ്ങൾ കുറച്ച് പേരോട് മാറി നിൽക്കുന്നുണ്ട്. കാരണം ഒന്നാമത് സമരം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് വരെ ഞങ്ങൾ മെന്റലി ഫിസിക്കലി ഭയങ്കര വീക്കാണ്. അത് കൂടെ നേരെ വീക്കാവാൻ കാരണം ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ക്യാബിനറ്റ് ആണ്. ഞങ്ങൾ സമരത്തിന് ഇരുന്നിട്ടുള്ള 2ാമത്തെ ക്യാബിനറ്റ് ആണ്. കഴിഞ്ഞ ക്യാബിനറ്റിൽ നമ്മുടെ CM പറഞ്ഞത് അടുത്ത ക്യാബിനറ്റിൽ സംസാരിക്കുന്നതിനെ കുറിച്ചെന്നാണ് മീഡിയക്കാരങ്ങൾക്ക് സംസാരിച്ചത്. ഞങ്ങൾ ഇത്ര നേരം ക്യാബിനറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും നല്ലൊരു ഹോപ്പ് ഉണ്ടായി. പക്ഷെ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഞങ്ങളെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തില്ല എന്നുള്ളതാണ്. ഇനി ഒന്നും ചെയ്തില്ല, ഞങ്ങളെ ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ആ ഹോപ്പ് വിട്ടിട്ടില്ല. കാരണം 19ാം തീയതിക്ക് 3 ദിവസം കൂടി ഉണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ്. ഒരുപാട് പേര് കിടന്ന് കരയുന്നുണ്ട്. അറിയില്ല എന്താവും. ലിസ്റ്റില് അവസാനത്തെ ചാൻസ് ആണോ? ഞങ്ങളുടെ അതിൻ്റെയൊക്കെ അവസാനത്തെ ചാൻസ് ആണ്. ജനറൽ ആയതുകൊണ്ട് നമുക്കൊന്നും ഇനി ഇങ്ങനത്തെ ഈ ടൈപ്പ് എക്സാംസ് എഴുതാൻ നമുക്ക് പറ്റും. അതുപോലെ ഒരുപാട് പേരില്ലേ ഇതിൽ നമുക്ക് ഒരുപാട് പേരുണ്ട്. മെജോറിറ്റി എങ്ങനെയാണ് 30 നിൽക്കുന്ന കുട്ടികളാണ് മെജോറിറ്റി. കാരണം ഇതൊരു 3 years ആയി തുടങ്ങിയിട്ട് നമ്മൾ 2022 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഇപ്പൊ നമ്മൾ 2025 നിൽക്കുന്നത്. അപ്പൊ 3 വർഷം കൊണ്ട് നമുക്ക് വേറെ ഒന്നും എഴുതാനോ മറ്റുള്ള ലിസ്റ്റിൽ കയറാനോ ഒന്നും പറ്റിയിട്ടില്ല. കാരണം ഇത് വെറും ഒരു റിട്ടൺ എക്സാം മാത്രമല്ല, ഫിസിക്കൽ ടെസ്റ്റും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ മെന്റലി ഫിസിക്കലി നമ്മൾ പ്രിപ്പയർഡ് ആവും. ഒരുപാട് മഴയും വെയിലും ഒന്നും ഒക്കെ കൊണ്ടിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിലൊക്കെ പോയി. ഇപ്പോഴും ഇവിടെ കൊള്ളുന്നുണ്ട്. 3 മണിക്കൊക്കെ ഞങ്ങൾ ഉറക്കൊന്നും വന്നതില്ല. ഒന്നാമത്. 2ാമത് ഇവിടെ കെടുക്കാൻ നേരെ വന്ന ഒരു ടോയ്ലറ്റ് പോലും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒന്നതിന്റെ ഗേൾസിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചു. പക്ഷെ അപ്പോഴും ഒരു അവസാനം നല്ലൊരു ഹോപ്പ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അറിയില്ല, ഇനി 3 ദിവസത്തിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കുമായിരിക്കും. ഇപ്പോഴും ഞങ്ങൾ ഗവൺമെന്റിനെ വിശ്വസിക്കാൻ പറ്റും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാറ് വന്നിരുന്നു. സാറ് വന്നിട്ട് നമ്മളുടെ അടുത്ത് സാറിന് സങ്കടമുണ്ട്. ഒന്നാമത് പെൺകുട്ടികൾ ഇങ്ങനെ പഠിച്ചിട്ടാണല്ലോ നമ്മൾ ഈ ബുദ്ധിമുട്ടുന്നത്. അല്ലാതെ നമ്മൾക്കിപ്പോ ഉള്ള ജോലി ഒന്നും കൂടെ മെച്ചപ്പെടുത്തണം എന്നൊന്നും അല്ല പറയുന്നത്. നമുക്ക് സർവൈവ് ചെയ്യാൻ, നമുക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോലിയാണല്ലോ. കഷ്ടപ്പെട്ട് പഠിച്ചു വന്നതല്ലേ നമ്മള്. അപ്പോ സാറ് പറഞ്ഞു കൂടെ നിൽക്കാന്ന് പറഞ്ഞു. CMന്റെ അടുത്ത് ഞങ്ങൾക്ക് RTI വെച്ചപ്പോ 570 വേക്കൻസി. അപ്പൊ ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. കാരണം അത് അത്ര പുഷ്പം പോലെ ഞങ്ങൾ എല്ലാവരും കയറി പോകും. ആ വേക്കൻസി വന്ന അത്ര കുട്ടികളെ ഞങ്ങൾ ഉള്ളൂ. ആകെ കുറച്ച്. കാരണം ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫാണ് ഞങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ കട്ട് ഓഫ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികളെ ലിസ്റ്റിലുള്ളൂ. അവരെ പോലും എടുക്കുന്നില്ല. അപ്പൊ സാറ് പറയുന്നത് ഞങ്ങളുടെ 570 വേക്കൻസിയുടെ കാര്യം മെൻഷൻ ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ, അതായത് വെറുതെ കിട്ടുന്ന ഒരു ജോലിയല്ല, നിങ്ങൾ പഠിച്ച് എക്സാം എഴുതി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കം ആക്കി പോയിട്ട് നിങ്ങൾ ആ ലിസ്റ്റിൽ വന്നിട്ട് പോലും നിങ്ങളെ എടുക്കാത്തതിന് കാരണമായിട്ട് പറയുന്നതിലൊന്ന് സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങളാണ് ഉണ്ടാക്കിയത്. നമ്മളല്ലല്ലോ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി. അവർ നമ്മളെ അടുത്ത് പറയുന്നത് ഞങ്ങൾക്ക് ഫണ്ടില്ല, ഞങ്ങൾക്ക് തരാൻ. ഇപ്പൊ അവർക്ക് ഫണ്ട് വളരെ ഷോർട്ടേജ് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഈ 11 മാസം RTI വെച്ചിട്ട് ഇവിടെ കയറി ഇറങ്ങുമ്പോഴും നിവേദനങ്ങൾ കൊടുക്കുമ്പോഴും അവർ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് നല്ലൊരു വേക്കൻസി വരാനുള്ള. പക്ഷെ ആദ്യമായിട്ട് എന്താ ഞങ്ങളുടെ അടുത്ത് മാത്രം ഇങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല. ഏറ്റവും ഉയർന്ന, അതും ചെറിയ കട്ട് ഓഫ് ഒന്നല്ല വന്നത്. സാധാരണ വരുന്ന കട്ട് ഓഫിനേക്കാളും 15 മാർക്ക് കൂടുതലാണ് കട്ട് ഓഫ് വന്നത്. ഒരു മാർക്കിന് വേണ്ടി എത്ര പഠിക്കണം എന്നറിയോ? 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷെ അത്രയും 3 വർഷത്തെ അധ്വാനം. അതുകൊണ്ടാണ് ലിസ്റ്റിനാകെ 1 വർഷത്തെ കാലാവധിയുണ്ട്. പക്ഷെ 3 വർഷം കൊണ്ടാണ് ഈ ഒരു നിലയിൽ എത്തിയത്. വല്ലാത്ത സങ്കടം. അറിയില്ല 19ാം തീയതി എന്താവും, എത്ര കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാവും അറിയില്ല. ഒരുപാട് പരിതാപകരമായ അവസ്ഥയിൽ വരുന്ന കുട്ടികളുണ്ട്. ആരും വലിയ ഫിനാൻഷ്യലി ഇതുള്ളതല്ല. എങ്ങനെയായാലും ഒരു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡിപെൻഡൻസി ആഗ്രഹിക്കുന്ന ആളുകളാണ്. പഠിച്ച് ജോലി വാങ്ങിക്കണം. പക്ഷെ നമ്മുടെ ഇത്രയും സാക്ഷരതയുള്ള കേരളത്തില് ഭയങ്കര മോശം. അറിയില്ല എന്താവും. ഈ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി പറയുന്നത് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, അതായത് സർക്കാരിന്റെ പരിധിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ. അതിനോട് എങ്ങനെയാണ്? ഇല്ല ചെയ്യാൻ കഴിഞ്ഞ കാര്യമാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഇതുപോലെ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ.
അവര് ചെയ്യുന്ന കാര്യങ്ങൾ അവർ പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് അവർക്കെതിരെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴും നമ്മൾ അവർക്കെതിരെയല്ല സംസാരിക്കുന്നത്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, അത്രയും നമ്മൾ പറഞ്ഞു. കാരണം കഴിഞ്ഞ വർഷം വരെ 800+ വേക്കൻസി പോയതാ, ഇതാകെ 200 സംതിങ്ങേ പോയിട്ടുള്ളൂ. അപ്പൊ തന്നെ അറിഞ്ഞൂടാ ആ ഒരു ഡിഫറൻസ്. അത് എന്തുകൊണ്ടാന്നേ ചോദിക്കുന്നുള്ളൂ, അല്ലാതെ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ തരാനൊന്നല്ല, ചെയ്യുന്നത് ചെയ്താൽ മതി. എല്ലാ വർഷവും അവർ ചെയ്യുന്ന കാര്യം ചെയ്താൽ മതി, അത്രയും ഞങ്ങൾ സംസാരിക്കുന്നുള്ളൂ. തീരുമാനം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നാണ് ക്യാബിനറ്റ് മീറ്റിംഗ്, അതിൽ ഞങ്ങൾ എന്തായാലും അന്തിമമായി പരിഗണിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു വേക്കൻസി അങ്ങ് തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും ദിവസം സമരം നടത്തിയിട്ടും ആരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു? ഇതുവരെ ഞങ്ങൾ ആരും ഇതാക്കിയിട്ടില്ല. എന്നാൽ ഇനി ഞങ്ങളെ പരിഗണിക്കുന്ന വിചാരിക്കുന്നു. ഇത്രയും ദിവസം ഞങ്ങൾ നിന്നേക്ക് 16 ദിവസത്തേക്ക് 15 ദിവസത്തേക്ക് ഇന്ന് ഇതുവരെ ആരും ഞങ്ങളെ പരിഗണിച്ചിട്ടില്ല. ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ അന്തിമമായി ഞങ്ങൾ പരിഗണിക്കുന്നു വിചാരിക്കുന്നു. ഇല്ല എങ്കിൽ എന്താണ് മുന്നോട്ടുള്ള തീരുമാനം? ഞങ്ങൾക്ക് കിട്ടാനുള്ള ഞങ്ങൾക്ക് തരണം, തന്നേ പറ്റുമോ, തരുമെന്ന് വിചാരിക്കുന്നു. അത് മനസ്സിലായി. ഇപ്പൊ നിങ്ങളൊക്കെ സമരം ചെയ്യുന്നത് വെറുതെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടല്ല, കഷ്ടപ്പെട്ട് പഠിച്ച ജോലിയാണ്. അപ്പം എന്നിട്ട് പോലും നിങ്ങൾ അവഗണിക്കുന്നത് അത് സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പം നിങ്ങളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ ശമ്പളം ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാത്തത് എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. ആ ഒരു നിലപാടിനോട് എന്താണ് പറയാനുള്ളത്? സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത്, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് പല കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ഉള്ള വേക്കൻസിയാണ് തരാൻ ഞങ്ങൾ പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് തന്നൂടെ, ഞങ്ങൾക്ക് തരാനുള്ള തന്നൂടെ. ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് തരാനുള്ള കാര്യമല്ല പറയുന്നത്. ഞങ്ങൾക്ക് 500 സംതിങ് വേക്കൻസി ഉണ്ട് എന്നാണ് പറയുന്നത്. ആ വേക്കൻസി ഞങ്ങൾക്ക് തന്നൂടെ. എന്താണ് പറയുന്നത്? ആദ്യമൊക്കെ പിന്നെ സംസാരിച്ചപ്പോ പരിഗണിക്കാം, പിന്നെ പറഞ്ഞ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾക്ക് തരാനുള്ളൊക്കെ തന്നു കഴിഞ്ഞതാണ് അവസാന ഘട്ടത്തിൽ പറഞ്ഞത്. ആദ്യമൊക്കെ പറയും തരും, വേക്കൻസി വരും എന്നാണ് പറയുന്നത്. പക്ഷെ അവസാന ഘട്ടത്തില് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ തരുന്ന് പ്രതീക്ഷിക്കുന്നു. പോയിട്ടുള്ള ഇവിടുന്ന് ആരും നിങ്ങളാരും വിളിച്ചിട്ടില്ലല്ലോ മീറ്റിംഗിനാരും വിളിച്ചില്ല, നിങ്ങളാരും പോയിട്ടില്ലല്ലോ മീറ്റിംഗില്. ഒരു പ്രതീക്ഷയുണ്ട്, സർക്കാർ പരിഗണിക്കുന്നുള്ള ഒരു പ്രതീക്ഷ. ഇനിയുള്ള ഞങ്ങൾ ആകെ പ്രതീക്ഷ സർക്കാരിലാണ്. ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിംഗിലാണ് ഞങ്ങൾ ആകെയുള്ള പ്രതീക്ഷ. അത് ഞങ്ങൾ പരിഗണിക്കും എന്ന് വിചാരിക്കുന്നു. ലിസ്റ്റിൽ വന്നിട്ടും ഇവരെ എന്തുകൊണ്ട് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള ചോദ്യത്തിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഉത്തരം ഒന്ന് മാത്രമാണ്: സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇനി ഇവരെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ശമ്പളം കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല. ആ ഒരൊറ്റ കാരണമാണ് പ്രധാനമായിട്ടും സർക്കാർ ഊന്നി പറയുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഉദ്യോഗാർത്ഥിനികൾ അടക്കം ചോദിക്കുകയാണ്, ഈ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഞങ്ങളാണോ? ഞങ്ങൾക്ക് ഈ അവകാശപ്പെട്ടിട്ടുള്ള, ഞങ്ങൾ കഷ്ടപ്പെട്ട് എഴുതിയെടുത്ത ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഞങ്ങളുടെ ഈ അവകാശങ്ങളെ നീതി നിഷേധമായിട്ടല്ലേ കാണേണ്ടത് എന്ന് തന്നെയാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. എന്തായാലും ഈ ഒരു വരുന്ന 2-3 ദിവസം ഈ CPO ഉദ്യോഗാർത്ഥിനികളുടെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള സമയമാണ്. സർക്കാരിന്റെ ഓരോ തീരുമാനവും പലരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ തവണ 1 വർഷം മുമ്പ് CPO പുരുഷ ഉദ്യോഗാർത്ഥിനികൾ സമരം ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അവരന്ന് അത്രമാത്രം കഷ്ടപ്പെട്ട് സമരം ചെയ്തിട്ട് പോലും ലിസ്റ്റ് അവസാനിച്ചപ്പോൾ അവരാരും പരിഗണിക്കപ്പെട്ടിരുന്നില്ല. അതേ അവസ്ഥയിലേക്കാണോ ഇവരുടെ പോക്ക് എന്നുള്ള ആശങ്ക ഇവിടെയുള്ള ഓരോ ഉദ്യോഗാർത്ഥിനികൾക്കുമുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ നടപടി അത് ജനത്തെയും ഇതൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ആയി എന്നത് കൃത്യമായി ഓർക്കേണ്ടിയിരിക്കുന്നു.